ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ തുടരും സിനിമ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ശോഭനയും മോഹൻലാലും 15 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന പടമാണിത്. ഞങ്ങളിത് കാണാനുള്ള റീസൺ വേറെ ഒന്നുമല്ല, ഞങ്ങൾ എമ്പുരാൻ കാണാൻ പോയപ്പോൾ ഇതിൻ്റെ ട്രീസർ കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞ ഒരു ഇതാണ്, ഇത് റിലീസിൻ്റെ തന്നെ കാണണം, നല്ലൊരു പടമായിരിക്കുമെന്ന് കരുതിയാൽ ഞങ്ങളിപ്പോൾ ഈ പടം കാണാനായിട്ട് ഇറങ്ങിയത്. ശോഭനയും മോഹൻലാലും ഒരുമിച്ച് അനുഭവിച്ച പടങ്ങൾ നമുക്കറിയാലോ ഏതൊക്കെയാണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? വെള്ളാനുകളുടെ നാട്, മണിച്ചിത്രത്താഴ്, തേമാങ്കൊമ്പത്തെ, സാഗ്രയിലെങ്കിലും നായികയല്ലോ, പവിത്രം, മിന്നാരം, അങ്ങനെ ഒരു പോലെ അറൗണ്ട്. അന്ന് മോഹൻലാൽ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു 67 പടങ്ങളിലാണ് നായികയായിട്ട് അഭിനയിച്ചേക്കണത്, മോഹൻലാലും പേരായിട്ട് അഭിനയിച്ചേക്കണത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാം. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. സിനിമ കണ്ടിട്ട് അഭിപ്രായം ഞാനും പറയാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ 4 പേരാണ് സിനിമ കാണാൻ പോകുന്നത്. ജിഷ്ണുവിനെ നിങ്ങൾ കാണുന്നുണ്ട്, പിന്നെ ഇപ്പനാണ് ഞങ്ങളുടെ ഡ്രൈവർ, പിന്നെ ഞങ്ങളുടെ പുതിയ സാരഥി വിജയൻ. ഒരു ഹയറാ ഇതിന് പ്രാന്താന്ന് വിചാരിക്കണ്ടോ? അയാളെ പരിചയപ്പെട്ട നിങ്ങൾ ഇയാളുടെ സംസാരിച്ചല്ലേ? വീട് വിറ്റ് പോകുമ്പോഴുന്നു തന്റെ നാട്ടിലുള്ള പറഞ്ഞ. അപ്പൊ ഞങ്ങൾ സിനിപോളിസിലാണ് സിനിമ കാണുന്നത്. എല്ലാ പ്രാവശ്യത്തും പോലെ 1 get 1 ടിക്കറ്റ് ഫ്രീ ആണ് STC പേ വഴി. അപ്പൊ STCക്ക് ഒരു സ്പെഷ്യൽ താങ്ക് യു. ഞങ്ങളുടെയും പ്രൊമോഷൻ ആയിക്കോട്ടെ അല്ല. അപ്പൊ നമ്മൾ തിയേറ്ററിലോട്ട് എത്തുകയാണ്. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ 2 റെക്കോർഡിങ് ഒരുമിച്ച് അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. നല്ല ചൂടാണ്ടോ, AC ഞാനിപ്പോൾ 1-ലായിട്ടേക്കണേ, 2-ലിട്ടല്ലേ ഭയങ്കര വോയിസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒട്ടിരി മാള് ചുറ്റുവളഞ്ഞ് ചെല്ലണം. അപ്പോൾ ബാക്കി സിനിമ കണ്ടിട്ട് പറയാം. ഓക്കെ. സർവകാര്യേഷു സർവദാ. മനുഷ്യരെ കൊല്ലാനായിട്ട് നമ്മുടെ മന്ത്രി എടുത്ത് പറഞ്ഞു കൊടുക്കണം സർക്കാരിന്റെ. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അണ്ണ ഇങ്ങനെ താടിയും വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? എന്താണ്? എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്നറിയാം. നീ കാറിന് വേണ്ടിട്ട് ഫാൻ കറങ്ങുന്നതിൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. എന്താടോ എന്റെ വണ്ടിയുടെ കാര്യം? തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. കിളി പോവും. അന്ത ആൾക്ക് കാറ് കയ്യില കിട്ടിയാ കിളി പോവും. മഴ നനയാലല്ലോ കുട്ടിച്ച. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ.
അഭിപ്രായം പറ. ഒരു പ്രൊമോഷനിലാണ്ട് ഇറങ്ങിയ പടമാണ്. അടുത്തൊരു ദൃശ്യമല്ല പറയേണ്ടത്, പക്ഷേ അല്ലേ എന്താ പറയാ, ഒരു എമ്പുരാക്കലകളും സൂപ്പർ ഹിറ്റ് പടം. അത് കഥ ആയിക്കോട്ടെ, ഈ മോഹൻലാല് എന്താ പറയാ, മോഹൻലാലിനെ യൂസ് ചെയ്തേക്കണ പടം എന്ന് പറയൂലേ, അതുപോലെ എന്താ പറയാ ഫുൾ ടൈം ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള പടമാണ്. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണണം. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണാം. നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു ഒരു ഫാമിലി എന്താ പറയുക ഫുൾ കോമഡി കാര്യങ്ങളാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊരു ത്രില്ലർ മൂവിയാണ്. എന്താ പറയുക, തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്ന് പറയുകയാണ്. സൂപ്പർ ഹിറ്റ് പടം. ഇപ്പം നമ്മൾ പടം കണ്ട് തിരിച്ചു വരികയാണ്. പടത്തിൻ്റെ കഥകളോ കാര്യങ്ങളോ ഒന്നും ഇത് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു പടമാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം വില്ലൻ കഥാപാത്രം. ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കി, എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. വേറെ പടത്തിലൊന്നും പുള്ളിനെ കണ്ടിട്ടുമില്ല. പക്ഷെ എന്താ പറയുക, സൂപ്പർ അഭിനയമായിരുന്നു. മോഹൻലാലും ശോഭൻ്റെ കാര്യം പറയാണ്ടല്ലോ. എല്ലാം കൊണ്ടും ഒരു ലാഗ് അടിപ്പിക്കാണ്ട് തുടക്കം മുതൽ അവസാനം വരെ, സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും, അതുപോലെ തന്നെ ആക്ഷൻ്റെ കാര്യം. ചില സീനൊക്കെ എന്താ പറയുക, ഇമ്രാനിൽ ഞാൻ കണ്ടിട്ട് എനിക്കൊരു സീനും കൈയടിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീനൊന്നും നമ്മൾ എക്സ്പെക്റ്റേഷൻ ഒരുപാടായിരുന്നു. ഇതിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും എന്താ പറയുക, എക്സ്പെക്റ്റേഷനൊക്കെ ഒരുപാട് മുകളിലാണ് പടം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്തായാലും ഇതൊരു എന്താ പറയുക നല്ലൊരു പടം.